ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് രേണു സുധി എന്ന് പറയുന്നൊരു രേണു സുധീനെ കണ്ടന്റ് ആക്കി എപ്പോഴും കണ്ടന്റിൽ ഇട്ടുകൊണ്ടിരിക്കുന്നേ എന്നുള്ളൊരു ചോദ്യം എന്തായാലും ഓഫ് കോഴ്സ് എനിക്കും വരാം. സോ അതിൻ്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ രേണു സുധീനെ കുറിച്ച് 2-3 പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിയാക്ഷനും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വർക്കിംഗ് ആയിട്ടുള്ളൊരു വുമണാണ്, അതായത് ഞാൻ IT-യിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം മോർണിംഗ് ഒരു 9 മണി തൊട്ട് 6 മണി വരെ എനിക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് വരുമ്പം നമ്മളെ ഇൻസ്റ്റ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എല്ലാം നോക്കുമ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രേണു സുധിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രേണു സുധിയുടെ കണ്ടന്റുകൾ ചെയ്യുന്നത്. മറ്റുള്ള എന്ത് കണ്ടന്റിനേക്കാളും കൂടുതലായിട്ടും വരുന്നൊരു കണ്ടന്റ് എന്ന് പറയുന്നത് രേണു സുധിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് കണ്ടന്റ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യും. സോ അപ്പോൾ എന്തായാലും നമുക്ക് രേണു സുധിയുടെ ഒരു സ്റ്റോറി, ഞാൻ ഇന്ന് കണ്ട ഒരു സ്റ്റോറി കണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി ഒന്ന് കാണാം. നീ ഇടുന്ന വ്ളോഗിന്റെ അടിയിൽ വരുന്ന കമന്റ് നീ വായിച്ചിട്ടുണ്ടോ? നിനക്ക് നാണം കൊണ്ടോടാ എന്റെ പുറകെ നടക്കാൻ? എന്നെ പോലീസ് പിടിച്ച് പിന്നെ കുറെ വ്ളോഗേഴ്സിന്റെ തമ്പലം കണ്ട് എന്നെ ദുബായിൽ നിന്ന് കയറ്റി വിട്ടുന്നേ. ഞാൻ ഇപ്പോഴും ദുബായിൽ തന്നെയാണ്, മനസ്സിലായോ? ഞാൻ 2-ാം തീയതി നാട്ടിലോട്ട് വരത്തുള്ളൂ. നിനക്കൊക്കെ എന്തോ 2-ാം തീയതി വരെ എനിക്കിവിടെ പ്രമോഷനാണ്, മനസ്സിലായോ? നിനക്ക് നാണമാകുന്നുണ്ടോ? നാണമില്ലടാ അൽത്തു വ്ളോഗ്. നിനക്ക് ഇങ്ങനെ എന്നെ ഇട്ടി പറയാൻ നിനക്ക് വേറൊരു കണ്ടനെ കിട്ടുന്നില്ല. നാണം കെട്ടവനെ, നാണമില്ലാത്ത വെറും നാണം കെട്ട നാണത്തിന് മാത്രം പറയുന്നത്. നിനക്ക് നാണമില്ലടാ, നാണം കെട്ടവനെ. അപ്പോൾ ഇത് രേണു സുധി നമ്മുടെ അതുൽ ബ്ലോഗിനെതിരെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇപ്പം കുറേ ആൾക്കാർ ചെയ്യുന്നൊരു വീഡിയോസാണ്. രേണു സുധിക്ക് 10 ലക്ഷം രൂപ പിഴ, അവിടുന്ന് നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഉണ്ട്. അപ്പം ഓഫ് കോഴ്സ് എല്ലാവരും തന്നെ ചെയ്യുന്നത് മറ്റേ ചെമ്പരത്തി ബാറിൽ ഡാൻസ് ചെയ്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് മറ്റേ മദ്യം കുടിക്കൽ വാർണിംഗ് മെസ്സേജസ് ഒന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രേണു സുധി ഇങ്ങനെ ഓരോ വ്ളോഗേഴ്സിനെ എടുത്തെടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ആരുടെയും വീഡിയോസ് കാണാറില്ല, ഞാനൊന്നും കാണാറില്ല. ഇപ്പോൾ അതേ തംബ്നെയിൽ സഹിതം എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ്? അപ്പം രേണു സുധി ഇങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള കണ്ടന്റ് ഇട്ട് തരുന്നുണ്ട്. സോ നമ്മളെടുത്ത് കണ്ടന്റ് ചെയ്യുന്നു, മനസ്സിലായോ? അപ്പം അതാണ് ചേച്ചിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ടുള്ള കാരണം, അല്ലാതൊന്നും അല്ല. പിന്നെ ഇതിനൊരു വലിയൊരു, അതായത് ഇപ്പം ഈ രേണു സുധീനെക്കുറിച്ച് എന്തുകൊണ്ടാണ് യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അപ്പോൾ അത് ഞാൻ വേറൊരാളുടെ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം രേണു സുധിക്കെതിരെ കേസ് കൊടുത്തൊരു വ്യക്തിയുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം. അപ്പം അത് നമുക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ രേണു സുധിക്ക് എതിരെ മാത്രം സംസാരിക്കുന്നു. രേണു സുധിക്കെതിരെ മാത്രമല്ല, ഒരുപാട് പേർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് രേണു സുധിയെ കണ്ടിന്യൂസ് സംസാരിക്കണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, മറ്റുള്ള ആൾക്കാരുടെ വീഡിയോകൾ നമ്മൾ ഒരുപാടൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിമിഷ ബിജോയുടെ ചാനലിലാണ് അവരുടെ കോപ്രായങ്ങൾ കാണിക്കുന്നത്. പിന്നെ ഒരു നിഷാന വ്ളോഗ്സ് അവരുടെ ചാനലിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ചാനൽ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എനിക്കത് കാണേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? എൻ്റെ ടൈം ലൈനിൽ അത് വരാറുമില്ല. ഇനി അഥവാ വന്നാൽ പോലും ഞാനത് ബ്ലോക്ക് ചെയ്ത് വിടും, അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തും വിടും. പക്ഷെ രേണുവിനെ സംബന്ധിച്ച് അതല്ല വിഷയം. ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അതായത് രേണു സുധിയുടെ നമ്മൾ ഇൻസ്റ്റ തുറന്നാലും നമ്മൾ യൂട്യൂബ് തുറന്നാലും ഫുൾ രേണു സുധി കണ്ടന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര ചാനൽ നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്തു വിടും, ശരിയല്ലേ? ഇപ്പം പുള്ളി പറഞ്ഞതുപോലെ തന്നെ നിഷാന അവരും ആണെങ്കിലും പിന്നെ നിമിഷ വിജയ് അവരൊക്കെ ആണെങ്കിൽ പോലും അവരുടെ ചാനലിലാണ്. ഇത് എന്താണ് രേണു സുധി മറ്റേ ഫുഡ് കഴിക്കാൻ പോകുന്നതും, രേണു സുധി നടക്കാൻ പോകുന്നതും, ഇരിക്കാൻ പോകുന്നതും, കിടക്കാൻ പോകുന്നതും എല്ലാം ഓൺലൈൻ മീഡിയാസിൽ വരെയാണ്. ആൻഡ് ഇതിലൂടെ പുള്ളിക്കാരി കണ്ടന്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ ചർച്ചയാവാൻ വേണ്ടി തന്നെയാണ് പുള്ളിക്കാരി ഇങ്ങനെ എന്താ പറയുക വീഡിയോസ് തന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് അവർ കോണ്ടന്റ് തരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഇപ്പം എനിക്കാണെങ്കിൽ പോലും പല സമയങ്ങളിൽ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്,
എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ രേണുസുധിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ആദ്യം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരല്ലായിരുന്നു. സോ നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്കും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ബിഗ് ബോസ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ ഈ നോർമലായിട്ടുള്ള കണ്ടൻസിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോഴേ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും അടിപൊളി നമ്മൾ ഡെയിലി വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന അടിപൊളി റിയാക്ഷൻ ചെയ്യുന്ന ചാനൽസൊക്കെ എന്തിനാണ് എപ്പോഴും ഈ രേണുസുധിനെ മാത്രം എടുത്ത് ഈ കണ്ടന്റ് തരുവാണ് ഗൈസ്, കണ്ടന്റ് ഇട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോട്ട് ഇൻട്രസ്റ്റഡ് ഞാൻ കുറേ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ ഈ വീഡിയോ കയറി വരുന്നതുകൊണ്ടാണ്. പിന്നെ പുള്ളി പറഞ്ഞ പോലെ നിമിഷ വിജയ്, അതുപോലെ തന്നെ നിമിഷ വിജയോ അങ്ങനെയാണ് ആ പുള്ളിക്കാരിയുടെ പേര്. അപ്പം അവരുടെയൊക്കെ വീഡിയോസ് ആണെങ്കിലും നമ്മൾ നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരില്ല, കാരണം ഒരു ചാനലിൽ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ രേണുസുധിയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് രേണുസുധിയുടെ ചാനലിൽ മാത്രമല്ല, രേണുസുധിയുടെ ചാനലിൽ അങ്ങനെ കണ്ടന്റുകൾ കൂടുതലും ഇല്ല. പുള്ളിക്കാരി കൂടുതലും വീഡിയോസ് ഇടുന്നതും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഇൻസ്റ്റഗ്രാമിൽ രേണുസുധിയുടെ ആ വീഡിയോസ് അങ്ങനെ രേണുസുധിയുടെ മറ്റേ ഇൻസ്റ്റഗ്രാം പേജിലുള്ള വീഡിയോസ് അത്രയും കയറി വരാറില്ല. മറ്റുള്ളവർ റിയാക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയാസ് ഉണ്ടല്ലോ, മീഡിയാസിൽ മറ്റേ രേണുസുധിൻ്റെ പുറകെ നടന്നെടുക്കുന്ന സംഭവങ്ങളാണ് കൂടുതൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ റിയാക്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം അത് തന്നെയാണ് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു റീസൺ. ഞാൻ വർക്കിംഗ് ആണ്, ഞാനൊരു 6 മണിക്ക് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കൂടുതലും കാണാൻ കഴിയുന്ന രേണുസുധിയാണ്. അവിടെ കുറേ കോണ്ടന്റുകളുണ്ട്, അപ്പം നമ്മളത് റിയാക്ട് ചെയ്തു പോകും. സോ ഇതാണ് എനിക്കൊരു എന്താ പറയുക, ഏറ്റവും വലിയ എനിക്കും ആൻസർ കിട്ടാതിരുന്ന സംഭവത്തിൻ്റെ ഒരു ആൻസറാണിത്. പിന്നെ നമുക്ക് രേണുസുധിനെ കുറിച്ച് വേറൊരാളും കൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് രേണുസുധീൻ്റെ എന്താ പറയുക പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന നമ്മുടെ രേണുസുധിയുടെ അല്ല സുധിച്ചേട്ടൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു റിയാക്ഷനാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പൊ പേഴ്സണലി പറയുകയാണെങ്കിൽ രേണുവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രേണുവിന് ഒരുപാട് എക്സ്പോഷേഴ്സ് കിട്ടി, രേണുവിന് ഇഷ്ടമുള്ള രീതിയിൽ രേണു അത് യൂട്ടിലൈസ് ചെയ്തു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, രേണുവിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് രേണുവിൻ്റെ സർക്കിളിലുള്ള ഒരു എന്താ പറയുക പെർഫോമൻസും കാര്യങ്ങളാണ്. യെസ്, അതായത് ലക്ഷ്മി നക്ഷത്രം ഇവിടെ പറഞ്ഞതുപോലെ ശരിയാണ്. രേണു എന്ന് പറയുന്ന ഒരാൾ അതായത് സുധിച്ചേട്ടൻ്റെ വൈഫായിട്ടിരുന്ന സമയത്ത് പൈസയില്ല, ഒരു കാര്യങ്ങളും ഇല്ല, കുറേ കടം വാങ്ങിച്ചു, അവിടുന്ന് വാങ്ങിച്ചു, ഇവിടുന്ന് വാങ്ങിച്ചു, അത് വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചു, അങ്ങനെയൊക്കെ ലൈക്ക് നമ്മുടെ റെൻറ്റ് പോലും ഉള്ളൊരവസ്ഥയിലല്ല രേണുസുധി ജീവിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരാൾ പെട്ടെന്ന് ഇങ്ങനൊരു ലൈക്ക് ഭയങ്കര ലക്ക് പോലെ തന്നെ, ലക്കെന്ന് തന്നെ പറയാം, ഭയങ്കര ലക്ക് പോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം ആസ് എ നോർമലായിട്ടുള്ളൊരു വുമൺ അല്ലെങ്കിൽ ഒരു നോർമലായിട്ടിരുന്ന ഒരാൾക്ക് അഹങ്കാരം വരാം. അതുപോലെ തന്നെ എനിക്ക് ഇത്രയും കിട്ടി, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ എന്നെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും, ഈവൻ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്, അല്ലെ എന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് എന്നെ കാണാൻ പറ്റുന്നു, അങ്ങനെ എനിക്ക് ലൈക്ക് ഭയങ്കര ഇപ്പം ഒരു ഭയങ്കര നാട്ടുംപുറത്തെ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വേറൊരു മെൻറ്റാലിറ്റിയാണ്, ഭയങ്കര കുഞ്ഞു പിള്ളേർ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം പുള്ളിക്കാരി മറ്റേ ഫസ്റ്റ് ഞാൻ കാണിച്ച വീഡിയോയിൽ അതുൽ വ്ളോഗിനെ പറയുന്നതിന് എന്താടാ നീ പോടാ, മറ്റേ പിള്ളേരൊക്കെ അടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ എന്താടാ നീ ഏതാടാ അങ്ങനത്തെ ഒരു സാധനമില്ല, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ എനിക്ക് കിട്ടിക്കോട്ടെ. അപ്പം പൈസയുടെ ഭയങ്കരമായിട്ടുള്ള ഇത് മാറി. അത് പിന്നെ നമുക്കറിയാം രേണുസുധിയുടെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോഴും നമുക്കറിയാം രേണുസുധിക്ക് ഒരുങ്ങാൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സസൊക്കെ ഇടാൻ ഇഷ്ടമാണ്, പിന്നെ ഇങ്ങനെ ഡാൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അത് ഇപ്പം ഭയങ്കര ഇതായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പം എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പബ്ലിക്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടിക്കഴിയുമ്പോൾ മറ്റേ സാധനം പറയുന്നത് പോലെ എന്താണ് തൂറാട്ടവൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ടെന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം എന്നെങ്കിലും ഇത് താഴെ പോകും അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ലൈക്ക് പുള്ളിക്കാരി ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ് വൈബിൽ ആരെന്നെക്കുറിച്ച് എന്തെങ്കിലും പറയട്ടെ, എനിക്ക് കാശ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര ഫെയിമാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, പിന്നെ എങ്ങനെ കണ്ടന്റ് ഇട്ട് കൊടുക്കാം, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചങ്ങ് വന്നോളും എന്നുള്ള രീതിയിലൊക്കെയാണ് രേണു ചിന്തിക്കുന്നത്.
അപ്പോൾ എന്തായാലും രേണുസുതി കണ്ടൻറ്റ് തന്നുകൊണ്ടിരിക്കുക, ഞങ്ങൾ കണ്ടൻറ്റ് എന്തായാലും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ റിയാക്ട് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ കമൻറ്റും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഓടി വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.